+1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് MSFന്റെ പ്രതിഷേധം. അപേക്ഷിച്ച മുഴുവൻ പേർക്കും പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് മലപ്പുറത്ത് പൂട്ടിയിട്ട് പ്രതിഷേധിക്കുകയാണ്. അതിന് തത്സമയ വിവരമാണ് നിങ്ങൾ കാണുന്നത്. പ്രതിഷേധം അവിടെ തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല പിരിഞ്ഞു പോകാൻ. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ് പോലീസ്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു. പറയൂ ഷഹദ് റഹ്മാൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട. അത് മൂന്നാമത്തെ അലോട്ട്മെന്റ് കൂടി പുറത്തു വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് കൂടി പുറത്തു വന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തുടർ നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. MSFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഉപരോധ സമരം നടക്കുന്നത്. അതായത് 10 മണിയോട് കൂടി ഉദ്യോഗസ്ഥരൊക്കെ ഓഫീസുകളിലെത്തും. അപ്പോൾ ഉദ്യോഗസ്ഥർ ഓഫീസിൽ കയറ്റാതെ പുറത്തു നിന്ന് ഈ ഓഫീസ് പൂട്ടാനാണ് നിലവിലെ സാഹചര്യത്തിൽ MSFന്റെ ഒരു തീരുമാനം. പൊടുതനെയുള്ള ഒരു സമരമാണ്. കാരണം മുൻകൂട്ടി നിശ്ചയിച്ചതോ അല്ലെങ്കിൽ നേരത്തെ ഈ സമയമോ അല്ലെങ്കിൽ ഈ തീയതിയോ ഒന്നും പ്രഖ്യാപിച്ചിട്ടുള്ള സമരമല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ സമരവുമല്ല, പെട്ടെന്നുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കം നടത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 10 മണിയോട് എടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ഓഫീസുകളിലേക്ക് വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് MSFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, MSF ഇതിനു മുൻപും വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം KSUവിന്റെയും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ഒക്കെ തന്നെ ബഹുജന പ്രക്ഷോഭ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യപടി എന്ന നിലക്കാണ്, അതായത് ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ആദ്യപടി എന്ന നിലക്കാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ കളക്ടറേറ്റിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട മാർച്ചുകൾ, അതുപോലെ തന്നെ ധർണകൾ, അതുപോലെ ഈ മറ്റ് പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കാനും നിലവിലെ സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഓരോരുത്തരും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കുക, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇപ്പോഴും സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ തന്നെ ഇന്നലെ നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ല, അല്ലെങ്കിൽ മലബാറിൽ യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ സർക്കാരിന്റെ തന്നെ കണക്കുകൾ എടുത്തു പറയുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അതായത് സൗകര്യം നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, നിയമസഭയിൽ ഇന്നലെ മന്ത്രി പറഞ്ഞു 24-ാം തീയതിയാണ് ക്ലാസ് ആരംഭിക്കുന്നതെന്ന്. 21-ാം തീയതിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ 24-ാം തീയതി ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുന്നത്. സമരം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. കൂടുതൽ പ്രവർത്തകർ സംഘടിക്കുകയാണ്. ഹലോ, ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമം നടന്നല്ലോ, അതും ഇപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ സംഘബലം ഉണ്ടോ MSFന് ഈ പ്രതിഷേധക്കാർ? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇത് പെട്ടെന്ന് നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. നേരത്തെ കൂടിയാലോചനകൾ നടത്തി. സാധാരണ നമുക്കറിയാം, ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ പോലീസിന് ലഭിക്കും, മാധ്യമങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ തന്നെ ലഭിക്കും. കാരണം അവർ മാധ്യമങ്ങളൊക്കെ അറിയിച്ചിട്ടാണ് ഇത്തരം സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാറ്. പക്ഷേ ഇത് പൊടുന്നനെയുള്ള സമരമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും ഇവരുടെ ഒരു പ്ലാൻ. കാരണം ഉദ്യോഗസ്ഥർ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിഷേധം അതായത് കനപ്പിക്കുകയും ഈ ഓഫീസ് പുറത്തുനിന്ന് പൂട്ടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടായിരുന്നു. അതുകൊണ്ട് നാമമാത്രമായിട്ടുള്ള പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ സംഘടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അല്പസമയം മുൻപാണ് നമ്മളെ ഈ പ്രതിഷേധ സമരം അറിയിച്ചത്. കാരണം ഇവർ പോലീസിനും കൃത്യമായിട്ടുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള പ്രവർത്തകരാണ് ഉള്ളത്. പക്ഷേ കൂടുതൽ പ്രവർത്തകരെ
പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ പ്രക്ഷോഭം കടുപ്പിക്കാനുമുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതായത് കളക്ടറേറ്റിലേക്ക് ഉൾപ്പെടെ മാർച്ച്, അതുപോലെ തന്നെ ഈ ഓഫീസ് ഉപരോധിക്കുക, ഉദ്യോഗസ്ഥരെ അകത്ത് കയറ്റാതിരിക്കുക, ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ MSF പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് +1 മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടുന്നത് വരെ ഇനി തുടർ പ്രക്ഷോഭ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ MSF ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പൊടുന്നനെയുള്ള സമരമായതുകൊണ്ട് പോലീസിനും കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ തന്നെ ജീപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രവർത്തകർ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സമരമാർഗങ്ങൾ ഇവർ തേടുകയോ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ കൂടിയിട്ടുള്ള ഈ ഓഫീസിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസിൽ കയറിയിട്ടുള്ള ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് ചേർന്ന് MSFിൻ്റെ പ്രതിഷേധമാണ്. മലപ്പുറത്ത് ഇപ്പോഴും +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.